Hello everyone. Today we are going to discussing about the next topic in derivatives. We have discussed about the second chapter forwards and futures. In that session we have discussed about namely the stock futures, then currency futures, and the next topic is the interest rate futures. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന കാര്യം, എന്തായിരിക്കാം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് കറൻസി ഫ്യൂച്ചേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ട് അറിയുന്നത്? Yes, the interest rate futures means the future contract ആണ് where the underlying asset will be the interest rate അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അവിടുത്തെ അണ്ടർലൈങ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ആസ് ലൈക്ക് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് ദാറ്റ് വിച്ച് ഈസ് ട്രേഡഡ് ഓൺ എ എക്സ്ചേഞ്ച് ടു ബൈ ഓർ സെൽ the interest rate, the underlying asset, the interest rate on a certain future date. മെയിൻലി നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് മെയിൻലി അത് ഫ്യൂച്ചേഴ്സിനേക്കാളും കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റിസ്ക്, അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയുകയോ എന്നുള്ളൊരു ഫ്ലക്ച്വേഷൻ, ആ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. മെയിൻലി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ബോണ്ട്സ്, ട്രഷറി ബിൽസ് അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിലാണ്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ പറഞ്ഞിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റേറ്റിനെ ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിലും ഇവിടെ സംഭവിക്കുന്നതും ഇതേ സംഭവം തന്നെയാണ്. കോൺട്രാക്റ്റ് നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. അതായത് നിശ്ചിതമായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള ഫ്ലക്ച്വേഷൻസ് ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആകില്ല. അതേസമയം സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് നല്ലൊരു പൊസിഷനിലേക്കും ആയിരിക്കും. അപ്പോൾ ആ ഒരു റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സോ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് അലൗസ് ദ ഫ്യൂച്ചർ buyer to lock the interest rate. So the interest rate fluctuations will not affect the position, will not affect the holding of that particular interest rate instrument. So at the expiry of the future contract, the interest rate are higher than the rate of specified future contract, and the buyer of the future contract will pay the seller only the differences in the rate of change. ആ ചേഞ്ചിൻ്റെ ഡിഫറൻസ് മാത്രമായിരിക്കും അവിടെ പേ ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ ടോപ്പിക്കാണ്, ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ മുതലാണ് നമുക്ക് പറയേണ്ടത്, അതായത് അപ്ലിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, എവിടെയൊക്കെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന്. എല്ലാ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ദർ ആർ മെയിൻലി 2 പൊസിഷൻസ് ഉണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ. ഒരു ഷോർട്ട് പൊസിഷനും അതേപോലെ തന്നെ ഒരു ലോങ് പൊസിഷനും ഉണ്ട്. ഇനി ഹെഡ്ജിങ് പൊസിഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ലോങ് പൊസിഷൻ എന്നുകൊണ്ടും ഷോർട്ട് പൊസിഷനെ കൊണ്ടും യൂസ് ചെയ്യുന്നത്. ബയർ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് വിൽ ഓൾവേസ് ഹാവ് എ ലോങ് പൊസിഷൻ ആൻഡ് സെല്ലർ ഹാവ് ദ ഷോർട്ട് പൊസിഷൻ ആണ്. ഇനി എന്താണ് ദ അപ്ലിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ്. ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ടു എലിമിനേറ്റ്, ടു അവോയ്ഡ്, ടു റെഡ്യൂസ് ദ റിസ്ക് കണ്ടന്റ് അല്ലേ. റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക, റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ലോങ് ഹെഡ്ജിങ് ആൻഡ് ആസ് വെൽ ആസ് ദി ഷോർട്ട് ഹെഡ്ജിങ്. So what do you mean by the long hedge? In long hedging, the long buyer will have the long position, where the buyer or the investor use the long hedges to protect against the falling of the interest rate. അവിടെ ബയർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയാതിരിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ലോങ് ഹെഡ്ജിൽ യൂസ് ചെയ്യുന്നത്. അതേസമയം ഷോർട്ട് ഹെഡ്ജിൽ എന്താ? ഷോർട്ട് ഹെഡ്ജ് എന്ന് പറയുന്നത് സെല്ലറിൻ്റെ പെർസ്പെക്റ്റീവിലാണ്.
സെല്ലർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ ഇക്കോണമി ഗോസ് അപ്പ്, ദ ഇഷ്യൂവർ or the investor more but will be compensated by short position in the future contract. അതായത് പ്രൈസ് കുറയാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് തോന്നുമ്പോൾ എന്താ ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി ആളത് സെയിൽ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം സെൽ ഓഫ് ചെയ്ത് കിട്ടുന്ന പൈസ നമുക്ക് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ ലോങ് ഹെഡ്ജ് ഉണ്ട്, ഷോർട്ട് ഹെഡ്ജ് ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് ഈസ് ദാറ്റ് converting a fixed rate loan to a floating rate and a floating rate loan to a fixed rate loan. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലോങ് ഹെഡ്ജ്, സെക്കൻഡ് വൺ ആയിരുന്നു ഷോർട്ട് ഹെഡ്ജ്. മൂന്നാമത്തെ പോയിന്റ് ആണ് കൺവേർട്ടിംഗ് എ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ടു എ ഫിക്സഡ് റേറ്റ് ലോൺ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ഫിക്സഡ് റേറ്റ് ലോൺ ടു എ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ. സോ എങ്ങനെയാണ് ഈ ഫിക്സഡ് റേറ്റ് ലോൺ ടു ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ എന്ന് പറഞ്ഞാൽ? A fixed rate loan carries a constant interest rate അല്ലേ? ഫിക്സഡ് റേറ്റ് ആകുമ്പോൾ എന്താണ്? 8% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 8% തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് റേറ്റിൽ യാതൊരുവിധ ഫ്ലക്ച്വേഷൻസ്, യാതൊരുവിധ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല. അപ്പോൾ ഫിക്സഡ് റേറ്റ് ലോണിനെ നമ്മൾ എന്താക്കി മാറ്റാൻ? ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ആക്കാനും അതേപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് ലോണിനെ ഒരു ഫിക്സഡ് റേറ്റ് ലോൺ ആക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫിക്സഡ് റേറ്റ് ലോൺ എന്ന് പറഞ്ഞാൽ? എ ഫിക്സഡ് റേറ്റ് ലോൺ ഈസ് ദാറ്റ് വിച്ച് ക്യാരീസ് എ ഫിക്സഡ് റേറ്റ് ഓഫ് interest over the lifespan, over the period of that particular loan. Whereas in case of a floating rate of loan, the interest rate will vary അല്ലേ? ഫ്ലോട്ടിംഗ് റേറ്റ് ആദ്യം പറയാണ് 7% ആണ്. ആഫ്റ്റർ ദ 5 or 6 years the rate of the loan will be reduced to 5% or 4%. So it is a floating rate kind of loan. So in case of floating interest rate, it involves the rate of being changed, or it is flexible ആണ്, floating ആണ്, vary ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. When interest rate is likely to increase, മണിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് പൈസ കിട്ടാനായിട്ട്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ ഡിമാൻഡ് അതിൻ്റെ കൂടുതലായിരിക്കും. അതേസമയം തന്നെ വെൻ ദ പ്രൈസ് കുറയാണ് എന്നുള്ള ട്രെൻഡാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ അവർ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണിനായിരിക്കും കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുക. സോ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ വൺ ക്യാൻ കൺവേർട്ട് the existing fixed rate loan to a floating rate loan and a floating rate loan to a fixed rate loan. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഫിക്സഡ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദ ഡിമാൻഡ് ഫ്രം ദ ബോറോവർ ഫോർ ഫിക്സഡ് റേറ്റ് ലോൺ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം അവരുടെ ഏർണിങ്സ് കൂടാണല്ലോ, അങ്ങനെയുള്ള രീതിയിൽ കൂടാനായിട്ട്. ഏർണിങ്സ് കൂടല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൂടാണെന്ന് പറയും. നമ്മളൊരു ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇപ്പോഴത്തെ ഹൗസിംഗ് ലോൺ റേറ്റ് 7% ആണ്, ഇല്ലെങ്കിൽ 8% ആണ് എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. അതൊരു 9%ലേക്കോ 10%ലേക്കോ കൂടുമെന്ന് തോന്നുകയാണെങ്കിൽ എന്താ, നമ്മൾ അത്രയ്ക്കും പലിശ ആകുന്നതിന് മുമ്പായിട്ട് പോയി നമ്മൾ ലോൺ എടുക്കും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, when the interest rate is likely to increase, കൂടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ബോറോവേഴ്സ് ഇമ്മീഡിയറ്റ്ലി അത് മുൻകൂട്ടി തന്നെ വാങ്ങിച്ച് വെക്കാനായിരിക്കും ശ്രമിക്കുക. അതേസമയം കുറയാണ് എന്നുള്ളതാണെങ്കിൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ആയിരിക്കും. ഇനി ഫിക്സഡ് റേറ്റ് ലോൺ ടു എ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ, we can convert the fixed rate loan to a floating rate loan by using the interest rate futures. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിക്സഡ് റേറ്റ് ലോണിനെ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് ലോണായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ എക്സ്റ്റെൻഡിങ് ഓർ ഷോർട്ടനിങ് ഓഫ് മെച്യൂരിറ്റി ഓഫ് സെക്യൂരിറ്റി, എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നു, അതേപോലെ തന്നെ ഷോർട്ടൻ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്, ആർട്ടിഫിഷ്യലി നമുക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഷോർട്ടൻ ചെയ്യാനായിട്ട്, അതായത് ട്രഷറി ബിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഷോർട്ടൻ ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ആദ്യ കാര്യം പറയുന്നത് ഫസ്റ്റ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നമുക്ക് പെയർ ചെയ്ത് പഠിക്കാം. ലോങ് ഹെഡ്ജ് ഷോർട്ട് ഹെഡ്ജ് ഒരുമിച്ച് പഠിക്കാം. അതേപോലെ കൺവേർട്ടിംഗ് ദ ഫിക്സഡ് റേറ്റ് ലോൺ ടു എ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണും ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ടു എ ഫിക്സഡ് റേറ്റ് ലോണും പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു എക്സ്റ്റെൻഡിങ് ആൻഡ് ഷോർട്ടണിങ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദി സെക്യൂരിറ്റി. മെച്യൂരിറ്റി ഓഫ് സെക്യൂരിറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഷോർട്ടൺ ചെയ്യാനും യൂസ് ചെയ്യാം. Then the seventh point is that hedging a commercial paper issue. കമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു റിസ്കിനെ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹെഡ്ജിങ് എ ബോണ്ട് പോർട്ട്ഫോളിയോ വിത്ത് ട്രഷറി ബോണ്ട് ഫ്യൂച്ചേഴ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദി അപ്ലിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ. സോ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പഠിക്കണം. അതേപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ആൻ ഈസി ടോപ്പിക്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ് പ്രൈസിങ് ആൻഡ് വാലുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ പ്രൈസ് ചെയ്യണത്, എങ്ങനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് വാലുവേഷൻ നടക്കുന്നത് എന്നതാണ് പറയുന്നത്. സോ ബിഫോർ ദാറ്റ്, ഈസ് ദർ എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് വാല്യൂ. പ്രൈസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതും വാല്യൂ എന്ന് പറയുന്ന ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല, വളരെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ബേസിക് ടേംസിൽ നമുക്ക് പറയാം, പ്രൈസ് ഈസ് വാട്ട് യു പേ അല്ലേ. നമ്മൾ എന്താണ് കൊടുക്കുന്നത്, എന്താണ് ഒരു അസറ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് പേ ചെയ്യുന്നത്. സോ പ്രൈസ് ഈസ് വാട്ട് യു പേ ആൻഡ് ദ വാല്യൂ ഈസ് ദാറ്റ് വാട്ട് യു ഗെറ്റ് അല്ലേ. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസിൽ നമുക്ക് എന്താണ് കിട്ടിയത്. So that determines the value. So there is a significant differences between the price and the term value. Price, which means price is what you pay, and the value means what you get from what you paid അല്ലേ. നിങ്ങൾ എന്താണ് കൊടുത്തത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, അതാണ് പ്രൈസ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the holder of an asset is willing to retain the asset if the asset value is higher than or at least equal to its price അല്ലേ. നമ്മളൊരു സാധനം കടയിൽ പോയി വാങ്ങിച്ചു, ഒരു ഏതെങ്കിലും ഒരു ഐറ്റം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചു. ആ ഒരു വാങ്ങിച്ച വസ്തു നമ്മൾ എപ്പോഴാണ് റീറ്റെയിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പെർസ്പെക്റ്റീവ് ഓഫ് എ കസ്റ്റമർ ആണെങ്കിൽ ചിന്തിച്ചാൽ പോലും അങ്ങനെയല്ലേ, നമ്മളൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന പ്രൈസിനോട് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുന്നത്, നമ്മൾ വീണ്ടും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നതും അതിനെ റെക്കമെൻഡ് ചെയ്യുന്നതും നമ്മളതിനെ എപ്പോഴും നമ്മൾ അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതും. സോ ഇൻ ലൈക്ക് ദാറ്റ് the holder in derivatives instruments also, the holder of an asset has money tied up in the asset and he will retain the asset if its value must be equal to its price. If the asset's value is less than price, വാങ്ങിച്ചു വെച്ച അസറ്റ്, ആൾ കാശ് കൊടുത്ത് ഓൾറെഡി വാങ്ങിച്ചു വെച്ച അസറ്റ് എന്ന് പറയുന്നത്, അസറ്റിൻ്റെ പ്രൈസ്, അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പ്രൈസ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൾ എന്താ ശ്രമിക്കുക, വീണ്ടും അത് പൊസസ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുമോ? ഇല്ല. അയാൾ എന്താ നോക്കുക, ഇമ്മീഡിയറ്റ്ലി അതിനെ സെയിൽ ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക. സോ അതാണ് പറയുന്നത്, ദ ഹോൾഡർ ഓഫ് എൻ അസറ്റ് മസ്റ്റ് ഹാവ് എ വാല്യൂ അറ്റ് ലീസ്റ്റ് ഈക്വൽ ടു ഇറ്റ്സ് പ്രൈസ് ആൻഡ് ഇഫ് ദ അസറ്റ്സ് വാല്യൂ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പ്രൈസ് ദ ഓണർ വുഡ് ഇമ്മീഡിയറ്റ്ലി സെൽ ദി അസറ്റ്. സോ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആക്ച്വലി ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ. ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ഉണ്ട്. ദെൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ആണ്, നമുക്ക് മനസ്സിലാക്കി കണ്ടുപിടിക്കാൻ സാധിക്കും. അതേസമയം വാല്യൂ എന്ന് പറയുന്നത് ഒബ്സർവബിൾ അല്ല. ആദ്യം പറയുന്ന കാര്യം, ഇനി ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് കടക്കുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വാല്യൂ എന്ന് പറയുന്നത് അറ്റ് ദ ഇനീഷ്യൽ ടേമിൽ ബോത്ത് ബയർ ആണെങ്കിലും സെല്ലർ ആണെങ്കിലും ദ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്, എപ്പോഴാണ് എന്താണ് പ്രൈസ് എന്നും എന്താണ് വാല്യൂ എന്നും. എപ്പോഴായിരിക്കും ഒരു ഹോൾഡർ ഓഫ് ദൻ അസറ്റ് എപ്പോഴാണ് റീറ്റെയിൻ ചെയ്യുക, എപ്പോഴായിരിക്കും അത് വിറ്റ് കളയുക. അതായത് വാല്യൂ അല്ലെങ്കിൽ പ്രൈസിനോട് വാല്യൂ എന്ന് പറയുന്നത്
അറ്റ്ലീസ്റ്റ് ഈക്വൽ ഓർ ഹയർ ആകുമ്പോഴായിരിക്കും ആളത് പൊസസ് ചെയ്ത് വെക്കുക. അതിനേക്കാളും കുറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ഇമ്മീഡിയറ്റ്ലി സെൽ ഓഫ്. ആൻഡ് ദെൻ വി ഹാവ് സെഡ് ദാറ്റ് a value is observable ആണ്. ആൻഡ് in future contract, at the beginning of the future contract, the future contract value is 0. അതെന്തുകൊണ്ടാണ് അവിടെ 0 എന്ന് ഉണ്ടായിരുന്ന കാരണം? Because both the parties of the contract will pay or receive the money at a later date. അവർക്ക് എന്താ കിട്ടുന്നത്? പൈസ അവർ ഒരു ഫ്യൂച്ചർ പ്രൈസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൈസിൽ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. പ്രൈസ് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ പേ ചെയ്തു എന്ന് വരില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സെല്ലർ പേ ചെയ്യുന്നില്ല, ബയർ റിസീവ് ചെയ്യുന്നില്ല. സോ ദ വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത് 0 ആവാം. ദെൻ ആഫ്റ്റർ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നീട് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫ്യൂച്ചർ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അതേപോലെ എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് വായിച്ച് നോക്കുക, ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. The next topic is the future price and price in the future period. എന്താണ് ഫ്യൂച്ചർ പ്രൈസും അതേപോലെ പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡും? നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഒരു ടേം. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കറൻറ്റ് പ്രൈസ് ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. നമ്മൾ എപ്പോഴാണോ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബയറും സെല്ലറും തമ്മിലുള്ള പ്രൈസ് എന്താണോ അതിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ ഫ്യൂച്ചർ ബയറും സെല്ലറും തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അന്ന് അവർ എൻട്രി ചെയ്യുന്ന പ്രൈസ്, ഇതാണ് കറൻറ്റ് പ്രൈസ്. 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞില്ലേ അന്ന് നെല്ല് തരാം അല്ലെങ്കിൽ വീറ്റ് തരാം എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ആണ്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കറൻറ്റ് പ്രൈസ് ആണ് അറ്റ് ടൈം ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അതേസമയം പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടൈമിൽ അന്നത്തെ സ്പോട്ട് പ്രൈസ് എത്രയാണോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്പോട്ട് പ്രൈസ് ദാറ്റ് വിൽ പ്രിവൈഡ് ഇൻ ദ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് ആണ്. പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ് എന്ന് വെച്ചാൽ ആ സമയത്തെ സ്പോട്ട് പ്രൈസ് എന്താണോ അതാണ് പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു കോൺസെപ്റ്റാണ് ഈ ഫ്യൂച്ചർ പ്രൈസും ഫ്യൂച്ചർ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നേരത്തെ നമ്മൾ പ്രൈസും വാല്യൂവിൻ്റെയും ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏത് സമയത്താണോ കോൺട്രാക്റ്റ് എഗ്രി ചെയ്ത് ഫ്യൂച്ചർ പ്രൈസ് ആ ഒരു ടൈമിലുള്ള പ്രൈസാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ പാർട്ടീസ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ is agreed to sell or buy the underlying asset on its maturity date. That is known as the future price. Then what do you mean by the future value? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? വാല്യൂ എന്ന് പറയുന്നത് എന്താ? പ്രൈസ് പേ ചെയ്തതിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടിയത് അതിനാണ് വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത്. വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ് ഫ്രം ദാറ്റ്. അപ്പോൾ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എന്താണ് ഫ്യൂച്ചർ വാല്യൂ? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിനെയാണ് നമ്മൾ ശരിക്കും ഫ്യൂച്ചർ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ പാർട്ടി ഔട്ട് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ നിന്ന് പാർട്ടീസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഫിറ്റ് എന്താണോ അതിനെയാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാകുന്നത്? ഒരു ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാകുന്നതിന് 2 കോൺസെപ്റ്റാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് സ്പോട്ട് പ്രൈസും രണ്ടാമത്തെ കാര്യം ഫ്യൂച്ചർ പ്രൈസും. അപ്പോൾ ഈ സ്പോട്ട് പ്രൈസിനെയാണ് ST എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ഫ്യൂച്ചർ പ്രൈസിനെയാണ് FT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പോട്ട് പ്രൈസ്? സ്പോട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ കറൻറ്റ് പ്രൈസ്, ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രൈസ് എന്താണോ അതിനെയാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയാം അല്ലേ. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രാക്റ്റ് എഗ്രി ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ പ്രൈസ് എന്താണോ അതിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. ഇഫ് ദ സ്പോട്ട് പ്രൈസ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ പ്രൈസ്. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസിനോട് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് നമ്മൾ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്ത സമയത്തുള്ള പ്രൈസാണ് ഫ്യൂച്ചർ പ്രൈസ്. ആഫ്റ്റർ ദാറ്റ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് കൂടി
ഫ്യൂച്ചർ പ്രൈസ് എൻ്റർ ചെയ്ത് 80 രൂപയ്ക്കായിരുന്നു, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയായി. അപ്പോൾ എന്താണ് അതിൽ സംഭവിക്കുന്നത്? ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം ബയർക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? ഇതാണ് പറയുന്നത്. സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹയർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. അതേസമയം സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസിനേക്കാളും ലെസ് ആണ് എന്നുണ്ടെങ്കിൽ, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് 80 രൂപയായിരുന്നു. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്ട് എൻ്റർ ചെയ്ത സമയത്ത് പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയായിരുന്നു. അത് ഡിക്രീസ് ചെയ്തു 60 രൂപയായി എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ലോസ് സംഭവിക്കുകയാണ്. അപ്പോൾ സ്പോട്ട് പ്രൈസ് ഇസ് മോർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ് ആകുമ്പോൾ ദർ വിൽ ബി പ്രോഫിറ്റ്, ആൻഡ് ദ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ അവിടെ പ്രോഫിറ്റും വൈസ് വേഴ്സ ലോസ് ആണ് സംഭവിക്കുക. കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്. സ്പോട്ട് പ്രൈസ് ഈസ് മോർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ് ഇഫ് ദ സ്പോട്ട് പ്രൈസ് ഈസ് 80 and the future price is 100, like that. Profit ആയിരിക്കും. That profit എന്ന് പറയുന്നത് എന്താണ്? It is a difference between the future price and spot price ആയിരിക്കും. സോ ഈ പ്രോഫിറ്റ് ആണ് ശരിക്കും വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ വാല്യൂ എന്നും എന്തിനാണ് പ്രൈസ് എന്നും ആദ്യം തന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, എന്താണ് പ്രൈസ് എന്ന് മനസ്സിലാക്കുക. പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്. എപ്പോഴാണത് ഹോൾഡർ അസറ്റിനെ പൊസസ് ചെയ്ത് വെക്കുക, അയാൾക്ക് കൊടുത്തിരിക്കുന്ന പ്രൈസിനോട് അറ്റ്ലീസ്റ്റ് ഈക്വലായി കിട്ടുമ്പോഴാണ് അയാളത് പൊസസ് ചെയ്ത് വെക്കുക. ഹോൾഡർ ഓഫ് ആൻ അസറ്റ് വിൽ റീറ്റെയിൻ ദ അസറ്റ് ഇഫ് the value derived from that particular asset is equal to its price ആകുമ്പോഴായിരിക്കും അതിനെ റീറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് ഫ്യൂച്ചർ പ്രൈസ്? ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള പ്രൈസാണ് ഫ്യൂച്ചർ പ്രൈസ്. എന്താണ് സ്പോട്ട് പ്രൈസ്? ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന പ്രൈസ് എന്താണോ അതാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് ഫ്യൂച്ചർ വാല്യൂ? നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസിൽ നിന്ന്, കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് എന്തുദ്ദേശിക്കുന്നത്? ഫ്യൂച്ചർ വാല്യൂ. പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ പാർട്ടി ഔട്ട് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഇനി അടുത്ത കാര്യം ആണ് പറയുന്നത് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഫ്യൂച്ചർ പ്രൈസിങ്. ഇത് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചെറിയ മാർക്കിന് ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതിൽ 1-2 കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ബാക്ക്വാർഡേഷൻ മാർക്കറ്റും കോണ്ടാഗോ മാർക്കറ്റൊക്കെ നെറ്റ് എക്സാമിന് വരെ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെറിയ ടേംസ് ശ്രദ്ധിക്കണം. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഫ്യൂച്ചർ പ്രൈസിങ്ങിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം സ്പോട്ട് പ്രൈസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നതാണ് കറണ്ട് പ്രൈസ്, അതല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്. ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്നിപ്പോൾ ഏറ്റവും സിമ്പിൾ 1 കിലോ അരിക്ക് 34 രൂപയാണ്. ആ 34 രൂപ എന്ന് പറയുന്നതായിരിക്കും സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ടേം ഇസ് ബേസിസ്. ബേസിസ് ശ്രദ്ധിക്കണം. ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ ദി കറണ്ട് പ്രൈസ്. ബേസിസ് എന്ന് പറയുന്നത് എന്താ? ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ എൻ്റർ ചെയ്ത സമയത്തുള്ള പ്രൈസ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ്, അതേപോലെ തന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഇഫ് ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് ഈസ് ഹയർ ദാൻ ഇറ്റ്സ് ക്യാഷ് പ്രൈസ്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയും അത് ഈസ് ഹയർ ദാൻ ഇറ്റ്സ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 40 രൂപയാണ് എന്ന് വിചാരിക്കുക. ദ ബേസിസ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അവിടെ ഫ്യൂച്ചർ പ്രൈസ് ആണ് ഹയർ എന്ന് പറയുന്നത്. ഇഫ് സ്പോട്ട് പ്രൈസ് ഓഫ് ആൻ അസറ്റ് ഈസ് ഹയർ ദാൻ ഇറ്റ്സ് ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ക്യാഷ് പ്രൈസ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണ്.
ദെൻ 2 months ഓൺ ദ സെയിം അസറ്റ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,500 ആയി. അപ്പോൾ അവിടെ വാല്യൂ കൂടാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ 500 എന്ന് പറയുന്നത് പോസിറ്റീവായി. അതേസമയം വാല്യൂ കുറയാണ് എന്നുണ്ടെങ്കിൽ അത് ബേസിസ് എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ഈ നെഗറ്റീവ് ബേസിസിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡൗൺവേർഡ് എക്സ്പെക്റ്റേഷനാണ്. മാർക്കറ്റിനെ കുറിച്ച് നെഗറ്റീവ് എക്സ്പെക്റ്റേഷൻ, ഡൗൺവേർഡ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ്. ഈ ഡൗൺവേർഡ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ബേസിസ് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണോ അതിനെയാണ് ഈ ബാക്ക്വാർഡേഷൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യുക, പഠിക്കുക. If the market has a negative base, that it is known as backwardation market or inverted market. And if it has a positive basis, and a positive basis ഉണ്ടെങ്കിൽ കോണ്ടാങ്കോ മാർക്കറ്റ് അല്ലെങ്കിൽ കോണ്ടാങ്കോ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റും, കോണ്ടാങ്കോ മാർക്കറ്റും ബാക്ക്വാർഡേഷൻ മാർക്കറ്റ് കോൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല എക്സാംസുകളും ചോദിച്ച് കാണാറുള്ളതാണ്. The next thing is spread. എന്താണ് സ്പ്രെഡ്? സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഓൺ ദ സെയിം അസറ്റ് ഫോർ ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ് ആണ്. സെയിം കമ്മോഡിറ്റി ആയിരിക്കും, അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ആയിരിക്കും. ആ പ്രൈസിൽ വരുന്ന ഡിഫറൻസ് ആണ്. രണ്ട് സെയിം കമ്മോഡിറ്റിക്ക് വരുന്ന ഒരു സെയിം കമ്മോഡിറ്റി, നേരത്തെ നമ്മൾ കമ്മോഡിറ്റി ആയിട്ട് പറയുമ്പോൾ അരി എന്ന് പറഞ്ഞു 34 രൂപയാണ് അരിക്ക് ഇന്നത്തെ പ്രൈസ്. അതേപോലെ തന്നെ എന്താണ്, രണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്, സെയിം അസറ്റാണ്, ഡിഫറെൻറ്റ് പ്രൈസാണ്. ആ സെയിം അസറ്റിൽ വരുന്ന പ്രൈസിൻ്റെ ഡിഫറൻസ്. സ്പ്രെഡ് ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് 2 ഫ്യൂച്ചർ കോൺട്രാക്ട്. രണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ എന്താണ്, രണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആയിരിക്കും, ഒരു അസറ്റുമേ ആയിരിക്കും രണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നടക്കുന്നത്. അതിൻ്റെ പ്രൈസിൻ്റെ ഡിഫറൻസാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. മെയിൻലി സ്പ്രെഡിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡ്, രണ്ടാമത്താണ് ഇൻ്റർ കമ്മോഡിറ്റി സ്പ്രെഡ് ആൻഡ് ഇൻ്റർ മാർക്കറ്റ് സ്പ്രെഡ്. ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡിനെ ഈസ് ഓൾസോ നോൺ ആസ് ടൈം സ്പ്രെഡ്. സോ ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രൈസ് ബിറ്റ്വീൻ 2 ഫ്യൂച്ചർ ഓഫ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ് ഓൺ ദ സെയിം കമ്മോഡിറ്റി ആയിരിക്കും. അവിടെ എന്താ പറയുന്നത്, രണ്ട് സെയിം കമ്മോഡിറ്റി ആയിരിക്കും, ദെൻ എന്തായിരിക്കും, ഡിഫറെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ് ആയിരിക്കും. അത് ടൈമാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ടൈം പീരീഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ടൈം സ്പ്രെഡ് ഓർ ഇൻട്രാ കമ്മോഡിറ്റി സ്പ്രെഡ്. ഇൻ്റർ കമ്മോഡിറ്റി സ്പ്രെഡ് എന്ന് പറയുമ്പോൾ പ്രൈസിൽ ഫ്യൂച്ചർ പ്രൈസസിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് റിലേറ്റഡ് കമ്മോഡിറ്റീസ് ആയിരിക്കും. ഇൻ്റർ മാർക്കറ്റ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിഫറെൻറ്റ് മാർക്കറ്റിലായിരിക്കും അതിൻ്റെ ചേഞ്ച് വന്നുകൊണ്ട് പ്രൈസിൽ വരുന്ന വാരിയേഷൻസ്. അപ്പോൾ ഇൻട്രാ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ടൈമിലാണ്. ഇൻ്റർ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ഡിഫറെൻറ്റ് 2 കമ്മോഡിറ്റി ആണ്, അല്ലെങ്കിൽ റിലേറ്റഡ് കമ്മോഡിറ്റീസ് ആവാം. ഇൻ്റർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസസ് ഇൻ ദ മാർക്കറ്റ് ആണ്. അടുത്ത സംഭവം നമുക്ക് അറിയണതാണ് ആർബിട്രേജ് ആണ്. ആർബിട്രേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർബിട്രേജ്, സ്പ്രെഡ് അല്ലേ, പിന്നെ അതുപോലെ സ്പെക്കുലേറ്റേഴ്സ്, ഹെഡ്ജേഴ്സ്. അത് 4 പോയിന്റ് വരില്ലേ. പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യൂണിവേഴ്സിറ്റീസ് എക്സാമിനേഷൻ. സോ ആർബിട്രേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ റിസ്ക്ലെസ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു, വേറെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നു. അത് പ്രൈസ് ഡിഫറൻസ് ആണ് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പ്രൈസിൻ്റെ ഡിഫറൻസിനാണ് അവിടെ ആർബിട്രേജേഴ്സ് പ്രോഫിറ്റ് ആക്കി എടുക്കുന്നത്. ദെൻ ആർബിട്രേജ് ഇസ് ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റിസ്ക്ലെസ് പ്രോഫിറ്റ് വിതൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ടേക്കിംഗ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദി പ്രൈസ് ഡിഫറൻസസ്. ലോ പ്രൈസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഹൈ പ്രൈസ് മാർക്കറ്റിൽ വിൽക്കുന്നു. ആ ലോയും ഹൈയും തമ്മിലുള്ള ആ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസിലായിരിക്കും, ആ പ്രൈസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അവിടെ ആർബിട്രേജേഴ്സിൻ്റെ പ്രോഫിറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിപ്പോ റേറ്റ്. സോ റിപ്പോ മീൻസ് ഷോർട്ട് ടേം ഓഫ് റീപർച്ചേസ് ആണ്. ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അസറ്റിനെ വാങ്ങിക്കാനും അതേപോലെ തന്നെ വിൽക്കാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ച് പോയത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ആയിരുന്നു. അതിൻ്റെ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറും അതേപോലെ തന്നെ കോൺസെപ്റ്റ്സ് ആണ് നമ്മളതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്.
കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് എന്താണ്, വാല്യൂ എന്താണ്, ഫ്യൂച്ചർ പ്രൈസ് എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണ്. ദെൻ പറഞ്ഞ അടുത്ത കോൺസെപ്റ്റ് ആയിരുന്നു ബേസിസ് എന്താണ്, സ്പോട്ട് പ്രൈസ് എന്താണ്. ബേസിസിൽ നോക്കുമ്പോൾ കോണ്ടാഗോ മാർക്കറ്റും അതേപോലെ തന്നെ ബാക്ക്വാർഡേഷൻ മാർക്കറ്റും ശ്രദ്ധിക്കുക. സ്പ്രെഡ് എന്താണ്, സ്പ്രെഡിൽ വരുന്ന 3 കാറ്റഗറീസ് ഓഫ് സ്പ്രെഡ്, ദെൻ ആർബിട്രേജേഴ്സ്, ദെൻ റിപ്പോ റേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ തിയറീസ് ഓർ അപ്രോച്ചസ് ഓഫ് മോഡൽസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസിങ്. അത് ഒറ്റ ക്ലാസ്സിൽ ഒരുമിച്ച് എടുക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വൃത്തിയായിട്ട് നോക്കുക, വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.